നമസ്കാരം, ഞാൻ അരണ. ഇന്നിങ്ങനെ ഒരു വീഡിയോട്ട് വരാൻ കാരണം എന്നെപ്പറ്റിയുള്ള കുറേ ആരോപണങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. സത്യം പറയാൻ വളരെയധികം വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നിങ്ങൾ മനുഷ്യന്മാർ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര മറവിയാണ്. അത് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടെടുക്കുന്നത്? നിങ്ങൾ കണ്ടോ ഞാൻ വല്ലതും മറക്കുന്നത്? ഒരു പാവപ്പെട്ട മിണ്ടാപ്പുറനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാൻ കൊള്ളാവുന്ന കാര്യമാണിത്. മറവി രോഗമൊന്നും എടാ പണ്ടെങ്ങാണ്ട് ഏതെങ്കിലും പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് തലയിടിച്ച് അതിൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ എല്ലാ എണ്ണങ്ങളും അങ്ങനെ ഒന്നും വിചാരിക്കാൻ വേണ്ടോ? അത് എന്തിനു വിചാരം? അത് ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഇങ്ങനെ വിചാരിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെന്തിന്? അത് അറിഞ്ഞതിനെ പറ്റി തന്നെ പറയണം. വേറെ എന്തോരം ജീവിയുടെ കിടക്കുന്നു. എടാ ഞങ്ങളുടെയൊക്കെ ഓർമ്മയുടെ 1% കണ്ട കൊതുക് നീച്ചൊക്കെ കൊണ്ട് നിങ്ങൾക്ക് തോന്നണ്ട. അതിനൊക്കെ എത്ര ഓടിച്ചു വിട്ടാലും പിന്നെയും വന്ന് മറന്നിട്ടിരിക്കും. അത്രയും ഞങ്ങൾ കാണിക്കുന്നില്ലല്ലോ. എന്നിട്ടാണ് ഈ ചീത്തപ്പേര് അറിഞ്ഞ് ഇപ്പോൾ സ്കൂളിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് പോയാലും മറന്നെന്ന് പറഞ്ഞ് ടീച്ചർമാരടിക്കും. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കണേ. അല്ല, ഈ പറയുന്ന കേട്ടതൊന്നും നിങ്ങൾ മനുഷ്യന്മാരെയും ഓർമ്മയുടെ നിറ കുടങ്ങളാണെന്ന്. എടാ ഫോൺ ചാർജ് ചെയ്താൽ സ്വിച്ച് ഓണാക്കാനും മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണക്കായിട്ട് മുളക് എടുക്കാനും തുണി എടുക്കാനും മറക്കാൻ നിങ്ങളാണ് ഞങ്ങളെ മറവിയുടെ ഒരു കളിയാക്കുന്നത്. കൊള്ളാം. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങളുടെ കാലിലെടുത്തവർ വന്നിട്ട് കടിക്കാൻ തിരിച്ചു വന്നാൽ മറന്നിട്ടാണെന്ന്. ഒരിക്കലുമില്ല. നിങ്ങളുടെ കാലിൽ കടിക്കാൻ വേണ്ടി വന്നിട്ടല്ലേ ചെളി കണ്ട് വാള് വെക്കാൻ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. ഞങ്ങൾ അരണകൾക്ക് ആർക്കും പ്രത്യേകിച്ച് എൻ്റെ കുടുംബക്കാർക്ക് ആർക്കും ഇന്നൊരു പ്രശ്നമില്ല, ഒരു മറുപടിയുടെ പ്രശ്നമില്ല. ഞങ്ങളെല്ലാം കൃത്യസമയത്ത് എണീറ്റ് ഭക്ഷണം കഴിച്ച് ജോലി തുറന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരു മറുപടിയുടെ പ്രശ്നമില്ല. എൻ്റെ അപ്പൂപ്പരൊക്കെയാണ് നല്ല പ്രായമായിട്ട് ഒരു 3.5 വയസ്സൊക്കെ ആയപ്പോഴാണ് അങ്ങേർക്കും അൾഷിമേഴ്സ് വന്നത്. അത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് അൾഷിമേഴ്സ് വരുന്നില്ലേ? എന്നിട്ടാണ് ഇന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൂടെ, അരണ കടിച്ച് ഉടനെ മരണമൊന്നും. എടാ നിനക്കൊന്ന് വയ്യേടേ. ഒരു തേനീച്ചയുടെ വശം പോലും ഇല്ലാത്ത ഞാൻ കടിച്ച് നീക്ക് എങ്ങനെ ചാവാനാണ്? എൻ്റെ പല്ലിൻ്റെ സൈനടൊന്നും ഇരിപ്പില്ല കുട്ടി ഇറക്കി കൊല്ലാൻ വേണ്ടിയിട്ട്. അല്ല, നിനക്ക് പാമ്പിന് വശമുള്ള കാര്യം അറിയാല്ലേ? എന്നാൽ പിന്നെ അതൊക്കെ പറഞ്ഞാൽ പോരെ. പാമ്പ് കടിച്ചാൽ ഉടനെ മരണം, അതിലാണ് സത്യമെങ്കിലും ഉണ്ട്. എന്നിട്ടും അതിൽ ഒരു കുറ്റം ചെയ്യാത്ത, ഒരു ബന്ധമില്ലാത്ത എൻ്റെ പേര് അതിൽ വലിച്ചടിക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അരണയെപ്പറ്റി മാത്രമൊന്നുമല്ല, ഒരു ജീവനെ പറ്റി ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാകല്ലേ. അല്ല, ഇനി ഇത് തുടരുവാണെങ്കിൽ ഞാൻ സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ടുണ്ട്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നേരിടും. അതുകൊണ്ട് ഇനി മേല അരണെങ്കിൽ മറവിയാണ് തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തും. ഈ ഫോൺ ആരോ ഓണാക്കിയത്?